മാർക്കോ ജോൺസന്റെ ആദ്യ ഓവർ 3 പന്തുകൾ ഇന്ത്യൻ ഓപ്പണർമാരുടെ ബാറ്റിന്റെ എഡ്ജിലാണ് തൊട്ടത്. അഭിഷേക് ശർമ്മയ്ക്ക് ഒരു ലൈഫ് ലഭിക്കുന്നു. അടുത്ത ഓവർ എറിയാൻ വന്ന കോട്സയുടെ പന്ത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഗ്യാലറിയിലേക്ക് പറന്നു. പിന്നാലെ ഒരു ക്ലാസിക് സ്ക്വയർ കട്ട്. ഇന്ത്യയെ മെരുക്കാനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുകളിൽ ആദ്യ സമ്മർദ്ദം ഓപ്പണർ സഞ്ജു സാംസൺ വക. പിന്നീട് വെടിക്കറ്റ് ബാറ്റർ അഭിഷേക് ശർമ്മ. ഷോർട്ടോ ലോങ്ങോ ഏത് ബോൾ എറിഞ്ഞാലും ഞാനടിക്കുമെന്ന മനോഭാവമായി നിന്ന അഭിഷേക് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുകളിൽ തന്റെ ബാറ്റിംഗ് തീ പറത്തി. 4 സിക്സറുകളും 2 ബൗണ്ടറിയും നേടി 18 ബോളിൽ 36 റണ്ണെടുത്ത് വിക്കറ്റ് ക്ലാസിന് കൊടുത്ത് ശർമ്മ മടങ്ങുമ്പോൾ ടീം സ്കോർ 73. ദക്ഷിണാഫ്രിക്കയ്ക്ക് തെല്ലൊരാശ്വാസം. വിക്കറ്റുകൾ വീണു തുടങ്ങിയാൽ എളുപ്പമായി ഇന്ത്യൻ ടീമിനെ കൂടാരം കയറ്റാമെന്ന് ചിന്തിച്ചിടത്തു നിന്ന് ഇനി എത്ര ഓവർ ബാക്കിയുണ്ട് കളിയിലെന്ന് ചിന്തിച്ചിടത്തേക്ക് കളി തിരിച്ചവന്റെ പേര് തിലക് വർമ്മ. തിലകിന് തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയേ കഴിയുമായിരുന്നുള്ളൂ. ക്യാപ്റ്റനോട് ചോദിച്ചു വാങ്ങിയ പൊസിഷനിൽ താൻ സ്ഥിരതയുള്ളവനാണെന്ന് അടിച്ചുപറത്തി തിലക് അറിയിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഷോർട്ട് ഡെലിവറി തിലകിന്റെ ചുമലിൽ കൊണ്ടപ്പോൾ അയാൾ ഗ്രൗണ്ടിൽ വീണുപോയി. എന്നാൽ അതേ ഓവറിൽ വന്ന മറ്റൊരു ഷോർട്ട് ബോളിനെ സ്റ്റാൻഡ്സിലേക്ക് പുൾ ചെയ്ത് തന്റെ ഉള്ളിലെ പോരാട്ട വീര്യം തിലക് കാണിച്ചു. സഞ്ജുവും തിലകും കെട്ടിയുയർത്തിയ ബാറ്റിംഗ് പാർട്ണർഷിപ്പിന് മുന്നിൽ പോട്രിയാസിന്റെ പേസും സ്പിന്നും നിഷ്പ്രഭമായി പോയ കാഴ്ച. മനോഹരമായ ഫീൽഡിങ്ങും പറക്കുന്ന ക്യാച്ചുകളും കൊണ്ട് എന്നും കാണികളെ അമ്പരപ്പിച്ച ദക്ഷിണാഫ്രിക്കൻ പടയ്ക്ക് വീര്യം ചോർന്ന നിമിഷങ്ങളായിരുന്നു പിന്നെ കണ്ടത്. അതിന്റെ ഫലം 283 റൺസും. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടാണ് സഞ്ജുവും തിലകും തീർത്തത്. 210 റൺസ്, അതും 86 ബോളിൽ. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയർന്ന T20 ടോട്ടൽ, ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ ഉയർന്ന ടോട്ടൽ. അങ്ങനെ റെക്കോർഡുകൾ കടപുഴക്കുകയായിരുന്നു സഞ്ജു തിലക് സഖ്യം വാണ്ടറേഴ്സിൽ. തുടർച്ചയായി 2ാം സെഞ്ചുറി. ഇന്ത്യയുടെ T20 3ാം സ്ഥാനത്തിലേക്ക് മികച്ച ഒരു കളിക്കാരന്റെ വരവാണ് തിലക് വർമ്മ ഈ ദക്ഷിണാഫ്രിക്കൻ സീരീസിലുടനീളം കാഴ്ചവെച്ചത്. പതിയെ തുടങ്ങി നിലയുറപ്പിച്ച് അക്രമകാരിയാവുന്ന പേസായാലും സ്പിന്നായാലും ഭാവഭേദമോ ശരീരചലനങ്ങളോ ഇല്ലാതെ നേരിടുന്ന ശാരീരിക ഭംഗി തിലകിന്റെ കളിക്ക് ഭംഗിയേറ്റുന്നു. അവസാന 5 മാച്ചുകളിൽ 3 സെഞ്ചുറി. ഇന്റർനാഷണൽ T20കളുടെ എണ്ണത്തിൽ സഞ്ജുവിന് മുന്നിൽ ഇനി 3 പേർ മാത്രം. 4 സെഞ്ചുറികളുമായി സൂര്യകുമാറും 5 സെഞ്ചുറികളുമായി മാക്സ്വെല്ലും രോഹിത് ശർമ്മയും. ഈ 3 സെഞ്ചുറികളിലേക്ക് നടന്നെത്താൻ സഞ്ജു എടുത്തത് വെറും 37 ഇന്നിംഗ്സുകളും. ഏതൊരു സഞ്ജു ആരാധകനും സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള പ്രകടനം. അയാളെ ലോകം തിരിച്ചറിയാൻ അസാമാന്യമായത് അയാൾക്ക് ചെയ്യേണ്ടിയിരുന്നു. ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ എല്ലാവരും വാനോളം പുകഴ്ത്തുന്നത് സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയെയും തിലക് വർമ്മയെയും വരുൺ ചക്രവർത്തിയെയും രവി ബിഷ്ണോയെയുമാവാം. ഇവർക്കിടയിൽ മാറ്റൽപ്പം കുറഞ്ഞു പോകുന്ന മറ്റൊരാളുണ്ട്. ഇന്ത്യയുടെ T20 സ്പെഷ്യലിസ്റ്റ്, ഇന്ത്യയുടെ T20 1ാം നമ്പർ ബാറ്ററായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ ടീമിൽ നിന്നും പൊതിരെ തഴയപ്പെട്ടിട്ടും തന്റേതായ ഒരിടം കണ്ടെത്താൻ കാത്തിരുന്ന സഞ്ജുവിനോട് ഇനിയുള്ള 7 T20 മത്സരങ്ങളിലും താങ്കൾ ടീമിലുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു ക്യാപ്റ്റൻ തന്റെ മുറിയിലേക്ക് വന്ന് അടുത്ത കളിയിൽ ഡൗണായി ഓപ്പൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ തെല്ലും ആലോചിക്കാതെ തന്റെ സ്ഥാനം വിട്ടുകൊടുക്കുന്ന കളിക്കാരൻ. സൂര്യ, നിങ്ങളിവിടെ മികച്ച ഒരു കളിക്കാരൻ മാത്രമല്ല, വലിയ മനുഷ്യനുമാകുന്നു. കഷ്ടപ്പാടിന്റെയും സഹനത്തിന്റെയും ബുദ്ധിമുട്ടറിഞ്ഞവന് മാത്രമേ കൂടെ നിൽക്കുന്നവനെ ചേർത്തു നിർത്താൻ കഴിയുകയുള്ളൂ. ഒരു കളിയോ മത്സരഫലമോ അല്ല, സഹകളിക്കാരിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസവും നൽകുന്ന പിന്തുണയുമാണ് സ്പോർട്സിന്റെ മനോഹാരിതയെന്ന് എത്ര ഭംഗിയായാണ് സൂര്യ കാണിച്ചു തരുന്നത്. വിക്കറ്റ് സെലിബ്രേഷനിടയിൽ തന്റെ കാലുകൾക്കിടയിൽ പെട്ടുപോയ സഹകളിക്കാരന്റെ തൊപ്പിയോട് അയാൾ കാണിച്ച ആദരവ് തന്നെയാണ് സൂര്യയെ പ്രിയപ്പെട്ടനാക്കുന്നത്. നന്ദി സൂര്യ, തന്റെ ടീമിൽ വിശ്വസിച്ചതിന്. ഒരുപാട് ഓപ്ഷനുകൾ മുന്നിലുണ്ടായിട്ടും അർഹിച്ച പിന്തുണയും പരിഗണനയും നൽകി കൂടെ നിർത്തിയതിന് ഓരോ ആരാധകനും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു.